നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളോട് ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് കുറച്ച് കഴിയുമ്പോൾ ഒരു കാര്യമില്ലാതെ തന്നെ ഇൻട്രസ്റ്റ് പോകും. പിന്നെ നിങ്ങൾ മിണ്ടുമ്പോഴേക്കും ആ പഴയ ഒരു താല്പര്യം വരത്തില്ല. അതായത് മിണ്ടുന്നുണ്ട്, പക്ഷേ മുമ്പത്തെ പോലല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്, പഴയ പോലല്ല, എന്തോ കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരിക്കും. ഇനി നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഈ പ്രശ്നത്തിനെക്കുറിച്ച് കുറേ കൂടെ മനസ്സിലാക്കാൻ. ഞാൻ ഒരുപാട് കൺസൾട്ടിങ് കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. ഒരുപാട് കേസുകൾ വരാറുണ്ട്. മെയിനായിട്ട് ഒരു 5-6 പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്കിലോട്ടോ. ഇതെനിക്ക് 3 മാസം മുമ്പ് അറ്റൻഡിങ് എടുക്കാൻ വന്നൊരു ക്ലയൻറ്റാണ് പറഞ്ഞത്. അയാൾ കല്യാണം കഴിഞ്ഞാണ്. അതുപോലെ കല്യാണം കഴിഞ്ഞ് വേറൊരു പെണ്ണുമായിട്ട് അയാൾ മിണ്ടുന്നുണ്ട്. ഓക്കെ, ഓഫീസിലുള്ളതാണ്. അവർ തമ്മിൽ മിണ്ടുന്നുണ്ട്. ഓക്കെ, മിണ്ടിയിട്ട് അവർ തമ്മിൽ സെക്ഷലി നല്ലൊരു ഇതുണ്ട്. ഓക്കെ, അട്രാക്ഷനുണ്ട്. ഓക്കെ, അവർ തമ്മിൽ ഫോർപ്ലേ പോലെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവൾക്ക് സെക്സ് വേണം എന്നുള്ള രീതിയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവൻ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവൻ ട്രാൻസ്ഫർ വാങ്ങി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ആകെ കുറച്ച് നല്ല ഡിസ്റ്റൻസ് ദൂരമുള്ള ഓഫീസുകളിലാണ് കിട്ടുന്നത്. ഇവൻ ചിന്തിക്കുന്നത് ഓക്കെ ഇപ്പം കിട്ടിയില്ല, ഇപ്പം കുറച്ച് ദിവസങ്ങൾ തള്ളി നീക്കാം. ഓക്കെ, അവൾക്ക് താല്പര്യം ഉണ്ടല്ലോ, ഈ താല്പര്യം അവിടെ തന്നെ കാണും. ഓക്കെ, എങ്ങും പോകത്തില്ല, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞവൻ എന്ത് ചെയ്യാണ്, പിന്നീടാവാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. 3-4 തവണ ഇനിഷ്യേറ്റ് ചെയ്ത് കുറേ വെയിറ്റ് ചെയ്തു. ഓക്കെ, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവൻ ഏകദേശം സമയം സൗകര്യമൊക്കെ ഒരുക്കിയിട്ട് ചെന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ മുതൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, അവർ സംസാരം തന്നെ അവരുടെ ഇൻട്രസ്റ്റ് എല്ലാം താഴോട്ട് വന്നു. ഓക്കെ, ഇനി അടുത്ത കേസ് ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് തുടക്കത്തിൽ നല്ലപോലെ മിണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് പെണ്ണുങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് ക്ലയൻസൊക്കെ വരാറുണ്ട്. അവർ മിണ്ടുന്നുണ്ടായിരിക്കും, ഇൻട്രസ്റ്റ് കൂടി വീഡിയോ കോൾ വരെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോഴും കുറച്ച് നാൾ കഴിഞ്ഞാൽ അതെല്ലാം സ്റ്റോപ്പ് ആയിക്കണം. അതായത് നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരുന്നതായിരിക്കും, കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആകും. ഓക്കെ, വേറെ കേസ് പറയാം. എക്സ് ബാക്ക് കേസിൽ ഒരുപാട് പേര് കൺസൾട്ടിങ് ഒക്കെ ആയിട്ട് വരും. അവർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ് ചിലപ്പോൾ തിരിച്ചു വന്ന് മിണ്ടി കാണും. അതായത് ബ്രേക്കപ്പ്, അവളായിരിക്കും അവനെ ബ്രേക്കപ്പ് ചെയ്തത്, അവൻ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നാലെ പോയി കാണും. അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും, എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അവൻ്റെ പണി നോക്കിയിരിക്കുമ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ്, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് വരെ പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്നും മിണ്ടുമായിരിക്കും. ഇങ്ങോട്ട് മിണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ ഇനീഷ്യേറ്റ് ആയിരിക്കും, ഹായ് ഹലോ ഇങ്ങനെയൊക്കെ ഇട്ട് മിണ്ടിക്കൊണ്ടൊക്കെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് അത് പോകായിരിക്കും. അവൻ വിചാരിക്കും ഓക്കെ മിണ്ടുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഓക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് ആ ഒരു ഇൻട്രസ്റ്റ് പോകും, അത് ഡെവലപ്പ് ആകത്തില്ല, വന്ന ഒരു ഇൻട്രസ്റ്റ് പോലും ഇല്ല. പിന്നെ അവൻ എന്ത് ചെയ്യും, പിന്നെ അവൻ തന്നെ അങ്ങോട്ട് എല്ലാം ഓക്കെ അങ്ങോട്ട് തന്നെ മെസ്സേജ് അയക്കണം. ആഴ്ചയിൽ ഒരിക്കലും എല്ലാം അങ്ങോട്ട് അയച്ചാൽ മാത്രം റിപ്ലൈ വന്ന് ഇല്ലെങ്കിൽ ഓക്കെ അങ്ങനത്തെ ഒരു ഇതായിപ്പം. ഓക്കെ, ഇപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ കേസൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ, അത് ചിലപ്പം ചില കേസിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചില പെണ്ണുങ്ങളോട് മിണ്ടുമ്പം നേരിട്ട് മിണ്ടുന്ന കേസാണെങ്കിൽ മിണ്ടി നമ്പർ വാങ്ങി ആദ്യത്തെ 2 ദിവസം നല്ലപോലെ മിണ്ടി, അല്ലെങ്കിൽ ഒരാഴ്ച നല്ലതുപോലെ മിണ്ടി. ഓക്കെ, ചിലപ്പോൾ അത് ഒരു മാസം വരെ പോകും. ചിലത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. ആദ്യത്തെ ആ ഒരു ചാറ്റ് ഉണ്ടല്ലോ, പരിചയപ്പെടുന്ന ചാറ്റ് പക്ക അവർ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും, റിപ്ലൈ തരും, സീൻ ചെയ്യും, അപ്പോൾ തന്നെ റിപ്ലൈ തരും, ഇങ്ങോട്ടും ചോദിക്കും. ഓക്കെ, നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഇൻട്രസ്റ്റ് കൂടി വരും, നമുക്ക് തന്നെ മനസ്സിലാവും ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരും. അതായത് മിണ്ടി തുടങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് അല്ല, അതിങ്ങനെ കൂടി വരണം എന്ന് മനസ്സിലായിട്ട് ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പോകും. ഓക്കെ, അപ്പം ബിഗിനിങ്ങിൽ മൊമെൻറ്റം എന്നൊരു സംഭവം ഉണ്ട്. ഓക്കെ, അട്രാക്ഷന് ഒരുപാട് റോൾസ് ഉണ്ട്, അതിൽ മൊമെൻറ്റം എന്ന് പറയുന്നൊരു റോൾസ് ഉണ്ട്. ഈ ഒരു ഒറ്റ കാര്യം കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ, കംപ്ലീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കൈവിട്ട് പോകാതെ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ മിണ്ടി ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് തന്നെ കൂട്ടിയെടുത്ത് നിങ്ങൾക്ക് കമ്മിറ്റഡ് ആവാൻ പറ്റും. ഓക്കെ, അപ്പം മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെൻറ്റത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ആദ്യം പറഞ്ഞു തരും. പിന്നെ എവിടെയൊക്കെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യുന്നത്, ഓക്കെ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ അങ്ങനെ കൂട്ടി ഓക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇത് പറയും. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വേറെ കാര്യം പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ചില ആണുങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ചില ആണുങ്ങൾ അവർക്ക് എവിടെ ചെന്നാലും, അതായത് എവിടെ ചെന്നാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും കോളേജിലോ എവിടെ പോകുമായിരിക്കും. ചിലപ്പം അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുമായിരിക്കും. ആ ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ 1-2 പെണ്ണുങ്ങളാണ്. എവിടെ ചെന്നാലും അവൻ 1-2-3 പേര് സെറ്റാകും, ഗേൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തോന്നുന്നതല്ലേ, അത് വേറൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അവന്മാർക്ക് മാത്രം അങ്ങനെ ഇത് വരുന്നത്. ഓക്കെ, മനസ്സിലാക്കേണ്ടത് സൈക്കോളജിക്കലി കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്താൽ ഇൻട്രസ്റ്റ് വരും. ഓക്കെ, അവൻ അറിഞ്ഞോ അറിയാതെ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നു, അതുപോലെ അട്രാക്റ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും ചിലപ്പോൾ അവൻ്റെ ക്യാരക്ടർ അട്രാക്റ്റീവ് ആയിരിക്കും. അവൻ വേണ്ടെന്ന് വെച്ചാലും ചിലപ്പം ഗേൾസ് അവനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, അതുപോലുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം, അവരുടെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്നൊരു പ്ലേ ബോയ് ഒന്നുമല്ല, പക്ഷേ അവൻ ഒരുപാട് ഗേൾസിനെ കിട്ടാറുണ്ട്. ഓക്കെ, അവൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് അവൻ്റെ അച്ഛന് വയ്യ, അഡ്മിറ്റായിട്ട് കൂടെ വയ്ക്കും. അവിടെ ഉള്ള അവൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്നും മിണ്ടാറുണ്ട്. ഓക്കെ, അവൻ ആളുകളോട് പെരുമാറുന്നത് കരിഷ്മാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങോട്ടൊന്നും മിണ്ടാറുണ്ട്. ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവൻ പറയുന്നത് എനിക്കറിയത്തില്ല മച്ചാ, ഞാൻ എവിടെ ചെന്നാലും എനിക്കൊന്ന് സെറ്റായിരിക്കും, ഉറപ്പ് ഒന്നല്ല അതിൽ കൂടുതൽ സെറ്റായിട്ടിരിക്കും. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്, സൈക്കോളജിക്കലി തെറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്. ഓക്കെ, സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുകയെന്ന് വെച്ചാൽ
ഒരു ഗേളിന്, അതായത് ഓപ്പോസിറ്റ് ജെൻഡർ, ഓക്കെ, ഗേളിന് ഇൻട്രസ്റ്റ് കൂടുന്ന രീതിയിൽ, ഓക്കെ, ഇൻട്രസ്റ്റ് കൂടുന്ന രീതിയിൽ, നമ്മളോട് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്ന രീതിയിലാണ് സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ഇത് തന്നെ സൈക്കോളജിക്കലി തെറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവരുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ കുറേ കാര്യങ്ങൾ വിചാരിക്കും. അതാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അവൈലബിലിറ്റി ഒരുപാട് അവൈലബിൾ ആയെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ സൈക്കോളജിക്കലി തെറ്റായിട്ട് ബിഹേവ് ചെയ്ത് ഇൻട്രസ്റ്റ് പോയി. ഓക്കെ, അത് സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുക എന്ന് വെച്ചാൽ ഓക്കെ അവരെത്രത്തോളം അവൈലബിൾ ആവുന്നു, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം അതൊക്കെ നോക്കിയിട്ട് അത്രത്തോളം മാത്രം നമ്മൾ അവൈലബിൾ ആവുന്നു. ഓക്കെ, അതിൽ കൂടുതലാവുന്നില്ല. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് വേണ്ടത്ര മാത്രം അവൈലബിൾ ആവുന്നു. ഓക്കെ, അവർക്ക് വേണ്ടാന്ന് തോന്നുന്നിടത്ത് നമ്മൾ അവൈലബിൾ ആവുന്നില്ല, സൈക്കോളജിയിൽ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓക്കെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യും, ഡെവലപ്പ് ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗേളിനോട് നിങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്, അവൾ തിരിച്ച് മിണ്ടുന്നുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, തിരിച്ച് മിണ്ടുന്നുണ്ട്, വലിയ അട്രാക്ഷൻ ഒന്നുണ്ട്, നമ്മളോട് നല്ലപോലെ മിണ്ടുന്നുണ്ട്, നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ പേര് ചോദിക്കുന്നു, പേര് പറയുന്നത്, തിരിച്ച് പേര് ചോദിക്കുന്നു, അതുപോലെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു, നമ്മൾ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു, അവർ വീട് എവിടെയാണെന്ന് പറയുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട് എവിടെ, ഇങ്ങോട്ടും കൂടെ ചോദിച്ചെന്ന് വെച്ചോ. ഓക്കെ, ഇത്രയും മതി. അതായത് ബേസിക്കായിട്ട് നമ്മളോട് ഇങ്ങോട്ടും മിണ്ടാനുള്ളൊരു മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളൊരു സംഭവമുണ്ട്. ചില ഗേൾസൊക്കെ ഉണ്ട്, അതായത് വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ വീട് എവിടെയാണെന്ന് പറയും, കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചെന്ന് പറയും, അല്ലാതെ ഇങ്ങോട്ടൊരു ചോദ്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് നല്ല ഒരു സംസാരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അത്ര മതി. നമ്മൾ സംസാരിക്കുന്ന അത്ര സംസാരിക്കണമെന്നില്ല, സംസാരിക്കുന്നത് ഇത്ര മതി. ഓക്കെ, ഇവിടെ നിങ്ങൾ സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്ത് ഡെവലപ്പായി മേലോട്ട്. ഓക്കെ, തെറ്റായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഡൗൺ ആയി അവളോടെ പോയി താഴോട്ട് പോകും. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു ഗേളിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ സബ് കോൺഷ്യസ് ആയിട്ട്, അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ, അതായത് ഒരു പെണ്ണിനോട് ചോദിച്ചാൽ അവൾ പറയത്തില്ല, അവൾക്ക് അറിയത്തുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോലും അറിയാതെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് ഓക്കെ ഇവൻ അടുത്തടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ച്, നമ്മൾ തന്നെ അടുത്തടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഇതൊരു റിലേഷനാക്കി. അതായത് ചിലപ്പോൾ റിലേഷൻ ആവാനുള്ള ക്യാരക്ടർ തമ്മിലൊന്നും സെറ്റായിരിക്കത്തില്ല. ചിലപ്പം ആ പെണ്ണ് നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നുമില്ലായിരിക്കും, പക്ഷേ അതൊന്നും അവർക്കറിയണ്ട. എന്തെങ്കിലും ചെയ്ത് ഇവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓക്കെ കംഫർട്ടബിളാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതൊരു റിലേഷനാക്കി എടുക്കും, അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പൊക്കെ എടുത്ത് വയ്ക്കും, ഇതൊരു റിലേഷനാവും എന്നൊക്കെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കും അതെങ്ങനെ എല്ലാ പെണ്ണുങ്ങളും ഇതാണെന്നോ ചിന്തിക്കുന്നതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ മനുഷ്യനും ജീവികളും തമ്മിൽ വ്യത്യാസമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും അങ്ങനെയൊന്നുമില്ല. വി ആർ ആനിമൽസ്, നമ്മളും മൃഗങ്ങളാണ്. ഓക്കെ, മനുഷ്യൻ മൃഗം എന്നിങ്ങനെ വേർതിരിച്ചത് നമ്മൾ മനുഷ്യർ തന്നെ. ഓക്കെ, സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാ ജീവികളും പോലെയാണ് മനുഷ്യൻ. ലോകത്തിൽ ഏതൊരു ജീവിയായാലും ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ അടുത്ത് പോകുന്നതിന് ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അത് സെക്സാണ്. ഓക്കെ, അത് മെയിലായാലും ഫീമെയിലായാലും ഏത് ജീവിയായാലും, ആനാക്കൊണ്ടായാലും പെരുമ്പാവായാലും ഡിനോസറോ ആന കുതിര എന്തോ ആയിക്കോട്ടെ, ഒരു ഫീമെയിൽ ഒരു മെയിലിൻ്റെ അടുത്ത് പോകുന്നതിന് സെക്സ്. ഓക്കെ, അതുപോലെ ഒരു മെയിൽ ഒരു ഫീമെയിലിൻ്റെ അടുത്ത് പോകുന്നത് സെക്സ്. ഓക്കെ, നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ കൾച്ചർ മാറിയതുകൊണ്ട്, ഇപ്പോൾ മനുഷ്യൻ്റെ കൾച്ചർ മാറിയതുകൊണ്ട് അമ്മ ചേച്ചി അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ചിന്തിക്കുക, നമ്മൾ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനോട് വെറുതെ മിണ്ടാൻ ചെല്ലുവാണെങ്കിലും സബ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ സെക്സിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കും. പക്ഷേ എന്താണ് ഇവിടുത്തെ റൂൾസ് വേറെ. ഓക്കെ, മനുഷ്യർ ഒരുപാട് റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ആനിമലായിട്ട് ഒരുപാട് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുവാണ് കോൺഷ്യസ് ആയിട്ട് തന്നെ അതിൽ നിന്ന് ബാക്കായിട്ട് നിൽക്കുന്നത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നമുക്ക് ഫ്രണ്ട്സ് കാണും ഒരുപാടുണ്ടെങ്കിൽ പോലും സത്യത്തിൽ എവല്യൂഷണലി ഓക്കെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മെയിൽ ഫീമെയിലും തമ്മിൽ സെക്സ്. ഓക്കെ, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോഴേ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പെണ്ണിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് അവൾ പോലും അറിയാതെ എവല്യൂഷൻ മൈൻഡ് ഉണ്ടല്ലോ, അവളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് ഇവൻ എൻ്റെ സങ്കല്പത്തിലുള്ള ആളായിട്ട് മാറിയിട്ട്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ ഒരുപാട് ക്വാളിറ്റി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കാണും. ഓക്കെ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും. ഓക്കെ, അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടി, നമ്മളെ അവർക്ക് വേണമെന്ന് തോന്നാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഉള്ളിൽ കാണുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് അതിൽ ആഗ്രഹമില്ലേ ഉള്ളിൽ നിങ്ങളുടെ പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന്. അപ്പോൾ നിങ്ങൾ മിണ്ടിക്കൊണ്ടിരിക്കുന്നൊരു പെണ്ണ്, ആ പെണ്ണിനോട് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ കുറേ ഐഡിയകൾ കാണും, എൻ്റെ പെണ്ണ് ഇങ്ങനെ ആയിരിക്കണം. അതനുസരിച്ച് അവൾ മാറുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു മൈൻഡിലോട്ട് പോകും. സാഹചര്യത്തിനനുസരിച്ച് ഹ്യൂമൻ മൈൻഡ് വ്യത്യാസം വരും, നമ്മുടെ ചിന്താഗതി ഓക്കെ നമ്മുടെ ഡിസിഷൻ ഇതെല്ലാം മാറും. ഓക്കെ, നമ്മൾ ഇമോഷണലിയാണ് തീരുമാനം എടുക്കുന്നത്. ഗേൾസ് പക്ക ഇമോഷണലിൽ തീരുമാനം എടുക്കത്തുള്ളൂ. ഓക്കെ, അവർ ഒരാളുടെ കൂടെ ഡേറ്റ് ചെയ്യുന്നത്, ഒരാൾക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നത്, ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ചിലപ്പം ചില ആളുകൾ തുടക്കത്തിൽ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യും, അത് എടുക്കണോ വേണ്ട, ഇതെല്ലാം ഇമോഷൻ്റെ പുറത്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോഴേ അവർ സബ് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നത് ഇവൻ എൻ്റെ ആളായിട്ട് മാറിയിട്ട് ഓക്കെ റിലേഷന് വേണ്ടിയുള്ള സ്റ്റെപ്പെല്ലാം എടുത്ത് വയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക റിലേഷന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എന്ന് നമ്മൾ തന്നെ എടുത്ത് വയ്ക്കണം, അവർക്ക് എന്താ എടുത്ത് വെച്ചാലും. നിങ്ങൾ മനസ്സിലാക്കണം, എവല്യൂഷൻ മുതലേ ആണുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം, അത് ചെയ്യണം ഇത് ചെയ്യണം. ഓക്കെ,
അതായത് പണ്ട് കാട്ടിൽ ജീവിച്ച കാലം മുതലേ പെണ്ണുങ്ങൾ ജസ്റ്റ് നിൽക്കത്തുള്ളൂ. നമ്മൾ വേണം കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യാൻ. അവർക്ക് ആഹാരം കൊടുക്കണം, പ്രൊട്ടക്ഷൻ ചെയ്യണം, കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഇതുപോലെ ആഹാരം എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കണം. ഓക്കെ, സകല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അവർ ചുമ്മാ നിൽക്കത്തുള്ളൂ, അവരുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളിപ്പോൾ ഹോട്ടലിൽ പോകണം. ഓക്കെ, ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, നിങ്ങളും ഒരു പെണ്ണും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചായക്ക് കടുപ്പം കൂടിയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചായക്ക് മധുരം കൂടിയെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുടിക്കുന്ന ചായക്ക് മധുരം കൂടി, ആ പെണ്ണ് കുടിക്കുന്ന ചായക്ക് മധുരം കൂടി. ഓക്കെ, പക്ഷേ അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചോദിക്കാതെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡോമിനൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അത് എണീറ്റ് പറയണം. ഓക്കെ, ചേട്ടാ ഈ ചായക്ക് എന്തോ ഇങ്ങനെ മധുരം കൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചേട്ടാ ഈ ചായ ഒക്കെ മാറ്റിക്കൊടുക്കും, ഇങ്ങനെ അതായത് നമ്മൾ ചേട്ടെന്ന് വിചാരിക്കും. അതായത് മൊത്തം റെസ്പോൺസ് നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കണം. അവൾ ചിന്തിക്കുന്നത് ഇവൻ തന്നെ എല്ലാം ചെയ്യണമെന്ന്. ഓക്കെ, മനസ്സിലായി? ഇത് മുതൽ എല്ലാ കാര്യങ്ങളും, ഓക്കെ, കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്. ഓക്കെ, അതായത് നമ്മൾ തന്നെ സകല കാര്യങ്ങളും ചെയ്തോണം. അവർ ചുമ്മാ കൂടെ ഇങ്ങനെ നടക്കും. ഓക്കെ, അതേ ഉള്ളൂ. പോകുന്ന വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തോണം. ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ അവർ ചുമ്മാ ആലോചിക്കത്തുള്ളൂ. ഈ ചായക്ക് എന്താ മധുരം കൂടി, അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് വേറെ കൊണ്ടുപോവാ എന്ന് പറയണമെന്ന് ഇങ്ങനെ തോന്നത്തുള്ളൂ. നമ്മളത് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഓക്കെ, ഇവൻ എല്ലാ കാര്യങ്ങളും നോക്കിയോളൂ എന്നൊരു ചിന്ത വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അവളുടെ എവല്യൂഷൻ മൈൻഡ് അട്രാക്റ്റ് ആവും. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഴങ്കാലം അതൊരു തമിഴ് വേർഡാണ്. പഴങ്കാലം എന്ന് വെച്ചാൽ പഴയ കാലത്തിൽ എന്ന് വെച്ചാൽ മറ്റേ നമ്മളൊക്കെ കാട്ടുവാസികളായിട്ട് അലഞ്ഞു തിരിഞ്ഞ കാലം മുതൽ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് ആണുങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, വേട്ടയാടാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിങ്ങനെ പോയി സ്റ്റെപ്പെല്ലാം നമ്മളെടുത്ത് വെക്കണം. ഈ കാലത്തിലോട്ട് വന്നപ്പോൾ ഇനീഷ്യേറ്റ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലോട്ട് അത് മാറി. ഓക്കെ, മനസ്സിലായി? അപ്പോൾ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോളോവർ ടൈപ്പാണ്. ഓക്കെ, മെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മാസ്കുലിൻ, എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിൽക്കണം, എല്ലാ കാര്യം മുന്നിട്ട് ചെയ്യണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കണം. ഇപ്പോൾ പെണ്ണുങ്ങളുടെ കേസൊക്കെ എടുത്താൽ ഡയറക്റ്റ് അപ്രോച്ച് ഗേൾസിന് വലിയ ഇഷ്ടമാണ്. ഓക്കെ, അത് നിങ്ങളിപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, ഒരു ഗേൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ നിങ്ങളെ നോക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും മിണ്ടത്തില്ലായിരിക്കും. നിങ്ങൾ തന്നെ ചെന്ന് മിണ്ടണമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഈസി ആക്കി തരും വഴികൾ. നിങ്ങളോട് വന്ന് മിണ്ടാനുള്ള വഴി ഈസി ആക്കാൻ വേണ്ടി ചിലപ്പോൾ കൂട്ടുകാരുടെ അടുത്തുനിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും സൈഡിൽ പോയി നിൽക്കും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യത്തേ ഉള്ളൂ. നിങ്ങൾ തന്നെ സ്റ്റെപ്പ് എടുത്ത് വെക്കണമെന്ന് വിചാരിക്കും. ഓക്കെ, അവൾ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ നോക്കിയിരുന്നാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ. പിന്നെ വേറൊരു പ്രോബിലിറ്റി ഉണ്ട്. ഒരു ഗേള് 60% ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ തന്നെ ഇങ്ങോട്ട് വന്ന് മിണ്ടും. ഓക്കെ, അതിന് ബിഗിനിങ് നിങ്ങളുടെ കയ്യിൽ വാല്യൂ വേണം. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ ചാനലിൽ സംസാരിച്ചാണ്, ഇൻസ്റ്റയിൽ സംസാരിച്ചാണ്. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നില്ല. ബിഗിനിങ് നിങ്ങളുടെ കയ്യിൽ വാല്യൂ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ മിണ്ടാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇനിഷ്യേറ്റെല്ലാം നമ്മൾ തന്നെ ഇരിക്കണം, അടുത്ത സ്റ്റെപ്പെല്ലാം നമ്മൾ തന്നെ എടുത്ത് വയ്ക്കണം. ഇങ്ങനെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആര് ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നത്? ഓക്കെ, ഇതാണ് സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പം മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത്, ഓക്കെ, ഇവൻ അടുത്തടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ച് റിലേഷൻഷിപ്പിന് വേണ്ടുന്ന സ്റ്റെപ്പെല്ലാം ഇവനെടുത്ത് വയ്ക്കും. ഓക്കെ, ഡിഫോൾട്ട് കുറേ കാര്യങ്ങളുണ്ടോ, ചിലപ്പോൾ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിലായിരിക്കും, കംഫർട്ടബിൾ ആവുന്നില്ലായിരിക്കും. ഇതെല്ലാം അവൻ മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവൻ ഹാൻഡിൽ ചെയ്ത് ഡീലാക്കി. ഓക്കെ, ഞാൻ അവന് തമ്മിൽ നല്ല കണക്ഷൻ ആവനും ഇങ്ങനെയൊക്കെ ഉള്ളിൽ ചിന്തിക്കും. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പോലും അറിയത്തില്ല. അവരോട് നിങ്ങളിപ്പോൾ ഒരു പെണ്ണിനോട് പോയി ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതൊരു മൊമെൻ്റാണ്. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സൈക്കോളജിക്കലി തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു ഗേളിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് 2 മാസം 3 മാസത്തിൽ കൂടുതൽ അവളെ നിങ്ങൾ ഇൻട്രസ്റ്റേ കാണിക്കുന്നില്ല. ഓക്കെ, അവൾ എന്താണ്, നിങ്ങൾ അതിൻ്റെ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു സ്റ്റെപ്പ് പോലും എടുത്ത് വെക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട് സോണിൽ വീഴും. പിന്നെ നിങ്ങളെ ഫ്രണ്ടായിട്ടേ കാണത്തുള്ളൂ, നിങ്ങളെ ബ്രദറായിട്ട് അങ്ങനെ കാണത്തുള്ളൂ. അത് അവരുടെ കുറ്റമല്ല. തുടക്കത്തിൽ നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, മനസ്സിലായി? തുടക്കത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഇനിഷ്യേറ്റ് ചെയ്യും, മിണ്ടാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിത്തരും, ചിലപ്പോൾ കോൾ ചെയ്യും, ഇങ്ങനെയൊക്കെ പോത്തുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് 60-70% അത്രയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ സ്റ്റെപ്പൊക്കെ എടുത്ത് വയ്ക്കും, നിങ്ങളോട് താല്പര്യം കാണിക്കും. ഓക്കെ, മനസ്സിലായി? 60% എന്ന് പറഞ്ഞാൽ അതായത് മിണ്ടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഇൻട്രസ്റ്റ് മിണ്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. നമ്മളെ ഒരുപാട് ഇനിഷ്യേറ്റ് ചെയ്യും, ഇങ്ങോട്ടും വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഹായ് കിട്ടും, മെസ്സേജ് ഇടും. ഓക്കെ, ഡെയിലി ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ വിളിക്കുമായിരിക്കും. ഒരു ദിവസം കാണാതായാൽ വന്ന് എവിടെ പോയിരുന്നു ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരിക്കും. അതാണ് 60%. ഞാൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് 30%. ഓക്കെ, ബീനിങ് സ്റ്റേജിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. റിലേഷൻഷിപ്പ് വേറെ, ബീനിങ്ങും റിലേഷൻഷിപ്പും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരാം. അപ്പം ബിഗിനിങ്ങിൽ 30% നല്ലപോലെ മിണ്ടാൽ മതി. ഓക്കെ, റിലേഷൻഷിപ്പ് വരുമ്പോൾ അത് മാറും, ഒരു 40% ആ ഒരു റേഞ്ച് വരും, വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബിഗിനിങ്ങിൽ 30% ഇൻട്രസ്റ്റ്. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് കമ്മിറ്റഡ് ആയിട്ടില്ല. ഓക്കെ, കമ്മിറ്റഡ് ആയിട്ടുമില്ല, നല്ല ഒരുപാട് കമ്മിറ്റഡ് ആവാൻ വേണ്ടി പോകുന്ന ആ ഒരു റേഞ്ച് ആയിട്ടുമില്ല. ഓക്കെ, അതിന് താഴെയുള്ള സ്റ്റേജാണ് ബിഗിനിങ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിന് തന്നെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയും. അതായത് ജസ്റ്റ് മിണ്ടി തുടങ്ങിയ ആ ഒരു സമയം, അതും ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയും. ഞാനിപ്പോൾ പറയുന്നത് ജസ്റ്റ് ഒന്ന് മിണ്ടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് മിണ്ടുന്നു. ഓക്കെ, അതും എടുത്തു, അല്ലെങ്കിൽ തുടക്കത്തിൽ ആദ്യമായിട്ട് മിണ്ടുന്ന അതും എടുത്തു. ഓക്കെ, ഏതായാലും
മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 30% വരുമ്പോൾ തന്നെ അവരിങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, ഓക്കെ നമ്മൾ തന്നെ കറക്റ്റായിട്ടെല്ലാം ചെയ്ത് ഇൻട്രസ്റ്റ് കൂട്ടി ഒക്കെ കമ്മിറ്റഡ് ആവാനുള്ള സ്റ്റെപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, മനസ്സിലായി? അപ്പോൾ 2 മാസമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുത്ത് വെച്ചില്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റം അങ്ങ് പോകും. അതായത് ഈ ഒരു ചിന്തയില്ലേ, ഇതിനെയാണ് മൊമെൻറ്റം എന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ കാര്യം മനസ്സിലായി? അതായത് കുറച്ച് നാൾ അവർ വെയിറ്റ് ചെയ്യുന്നൊരു പീരീഡ് ഉണ്ട്. ഓക്കെ, മനസ്സിലായി? കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം. നിങ്ങളിപ്പം ബസ് സ്റ്റാൻഡിൽ ഇരിക്കണം. ഓക്കെ, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നു, ഒരു പെണ്ണിനെ കാണുന്നു, അവളെ ഐ കോൺടാക്റ്റ് വെക്കുന്നു, നിങ്ങളെ വെക്കുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ആ ദിവസം പോയി. പിറ്റേന്ന് കാണുന്നു. ഓക്കെ, രണ്ടുപേരും മിണ്ടുന്നു. ഓക്കെ, ചെറിയൊരു ക്യൂരിയോസിറ്റിക്ക് ഒരു 5-6 ദിവസത്തേക്ക് അങ്ങനെ നീട്ടി കൊണ്ടുപോകാം വേണമെങ്കിൽ, അല്ല ഒരാഴ്ച 2 ആഴ്ച നീട്ടിക്കൊണ്ടോ. ഓക്കെ, നീട്ടിയിട്ട് 2 ആഴ്ച നീട്ടിക്കൊണ്ട് പോകുന്നത് തന്നെ ചെയ്യരുതെന്നേ പറയത്തുള്ളൂ. ഐ കോൺടാക്റ്റ് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്മൈലി, എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം, ചെന്ന് മിണ്ടണം. ഓക്കെ, അതാണ് അതിൻ്റെ സൈക്കോളജിയിൽ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരാഴ്ച വരെ എടുത്തോ, നിങ്ങൾ മിണ്ടിയില്ലെന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരാഴ്ച വരെ നിങ്ങൾ മിണ്ടിയില്ല. അവരുള്ളിൽ ചിന്തിക്കുന്നത്, ഓക്കെ ഇവൻ അടുത്ത സ്റ്റെപ്പ് അവനെടുത്ത് വയ്ക്കും. അതായത് ഞാൻ നോക്കുന്നുണ്ടോ, അവൻ എന്നെ നോക്കുന്നുണ്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് അവനൊന്ന് ചിരിച്ച് കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് എന്നോട് ഇങ്ങോട്ടൊന്നും മിണ്ടും, അടുത്ത സ്റ്റെപ്പ് അവൻ തന്നെ എടുത്ത് വയ്ക്കും എന്ന് ചിന്തിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അതൊരു മൊമെൻ്റാണ്. അതൊരു 2-3-4 ആഴ്ച കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ മൊമെൻ്റ് അങ്ങ് പോകും. പിന്നെ നിങ്ങൾ അങ്ങോട്ടൊന്നും മിണ്ടിയാലും ഇൻട്രസ്റ്റ് കാണത്തില്ല. ആ ഒരു മൊമെൻ്റ് പോയി കഴിഞ്ഞാൽ അട്രാക്ഷൻ അതോടെ പോയി. ബിഗിനിങ്ങിൽ അതൊരു മൊമെൻ്റാണ്. ഓക്കെ, ബിഗിനിങ് മാത്രമല്ല, നിങ്ങൾ പെരുമാറി തുടങ്ങി മുമ്പോട്ട് പോകുമ്പോഴും അതേ സംഭവം വരാറുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ അടുത്തടുത്തായിട്ട് പറഞ്ഞുതരാം. ഇപ്പം മനസ്സിലാക്കേണ്ടത് ഇതാണ് മൊമെൻ്റ്. ഓക്കെ, ഈ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ വന്ന് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും, വന്ന് മിണ്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും മിണ്ടത്തില്ലെന്ന് തോന്നും, ഈ മൈരം മിണ്ടാനേ പോകുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ മൊമെൻ്റ് ആകും ബ്രേക്കാവും. അതായത് മിണ്ടാനേ പോകുന്നില്ല, അവർക്ക് കാര്യം മനസ്സിലായി. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ, ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേ അതിനോടൊരു വില തോന്നും. പക്ഷേ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടാനേ പോകുന്നില്ല. വെയിറ്റ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യും, നമ്മളങ്ങ് ആ കേസ് അങ്ങ് വിടും. ഓക്കെ, ഇതാണ് സത്യം. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്ത് ഇല്ല നടക്കാനേ പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് വിട്ടിട്ട് അടുത്ത പണി നോക്കും. അത് പയ്യെ മറക്കാൻ തുടങ്ങും. അതിനോടുള്ള താല്പര്യം പയ്യെ കുറയാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതുപോലെ ഇപ്പം മിണ്ടുന്നതിൻ്റെ കാര്യം ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ഏത് കാര്യം എടുത്താലും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ഗേളിനോട് മിണ്ടി 2 മാസമായിട്ട് നിങ്ങൾ റിലേഷന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതേ പ്രോസസ്സ് അവിടെ നടക്കും. ആ ഒരു മൊമെൻറ്റം നഷ്ടപ്പെടും. ഓക്കെ, പിന്നെ എന്ത് പറ്റുന്നത്, ആ ഇൻട്രസ്റ്റ് താഴോട്ട് വരും. അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഗേൾസിൻ്റെ കാര്യത്തിൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മൊമെൻ്റാണ്. ഓക്കെ, ആ ഒരു മൊമെൻറ്റം പോയാൽ പോയി. ഇനി പ്രാക്ടിക്കലായിട്ട് 1-2 കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഒരു ഗേളിനോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നു, അവൾ നമ്പർ തന്നു. ഓക്കെ, നമ്പർ തന്നിട്ട് വീട്ടിൽ പോയിട്ട് ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കണം. അതായത് ഇന്ന് രാവിലെയാണ് നമ്പർ തന്നെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ. ഓക്കെ, 11 മണിക്കാണ് നമ്പർ തന്നെങ്കിൽ ഒരു 2 മണിക്കുള്ളിൽ തന്നെ. ഓക്കെ, അല്ലെങ്കിൽ ഉടനെ റിക്വസ്റ്റ് ഇട്ട് ഉടനെ ഹായ് ഇട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പം ചില ആളുകൾ മിസ്റ്റേക്ക് എനിക്കറിയാം. അതായത് ഞാൻ അവരോട് പറയും, എടാ നീ മെസ്സേജ് ഇടുന്നു പറയാം. അപ്പോൾ അവർ പറയും, പുതുതായിട്ട് സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടിരിക്കുമായിരിക്കും, അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും. അവർ പറയും, ഇല്ല മച്ചാ, ഒരു 2 ദിവസം കഴിഞ്ഞിടാം, അവർക്ക് എന്നെ ഒന്ന് മിസ് ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബിഗിനിങ് സ്റ്റേജാണ്, തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, ജസ്റ്റ് കണ്ട് ആ ഒരു ഇൻട്രസ്റ്റ്. ഓക്കെ, ബിഗിനിങ്ങിൽ വാല്യൂ നോക്കി അട്രാക്ഷൻ വരത്തുള്ളൂ. അതിനെക്കുറിച്ച് റീല് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്, അതുകൊണ്ട് പറയുന്നില്ല. ബിഗിനിങ്ങിൽ അറ്റാച്ച്മെൻ്റ് എന്നൊരു സംഭവമില്ല, അവിടെ മിസ്സ് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹൈ വാല്യൂ ആണെങ്കിൽ നിങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ ബിഗിനിങ് നല്ല ലുക്ക് മണി, ഓക്കെ അവൾ ഇങ്ങോട്ടൊന്നാണ് മിണ്ടിയത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ വെയിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞ് മെസ്സേജ് അയക്കാം, അവരൊന്ന് മിസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ആ ഒരു മൊമെൻറ്റം പോയി കാണും. അതായത് കണ്ട് മിണ്ടി ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ചെറിയൊരു ഇൻട്രസ്റ്റ് കൂടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവൻ പോയി മെസ്സേജ് ഇടണമായിരുന്നു. അപ്പോൾ എന്ത് പറ്റും, ആ ട്രാക്കിൽ തന്നെ മുന്നോട്ട് പോയാൽ അവൻ എന്ത് ചെയ്യുകയാണോ, ഒരാഴ്ച കഴിയിട്ട് അവളപ്പം മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് എന്ത് പറ്റി, പോയി മിണ്ടി ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ആ ഒരു മൊമെൻറ്റം പോയി. ഓക്കെ, ഇനി വേറെ കേസ്, എക്സ് ബാക്കിൻ്റെ കേസ് ഞാൻ മുമ്പ് പറഞ്ഞില്ല, അത് തന്നെ പറയാം. ഞാനിപ്പോൾ ഒരു പെണ്ണിനോട് മിണ്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരേപോലെ പോയിക്കൊണ്ടിരുന്ന ബോറടിക്കും. ഇത് വേറൊരു സൈക്കോളജി. ഓക്കെ, ഇതും ഞാൻ ആദ്യം പറഞ്ഞത് തമ്മിൽ നല്ല കണക്ഷനുണ്ട്. അതായത് ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്, റിലേഷൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നില്ല, അടുത്ത സ്റ്റെപ്പേ വയ്ക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് പോകും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടാണ്, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത് സിമ്പിൾ. നിങ്ങൾ ബിഗിനിങ്ങിൽ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മിണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കാണിക്കണം. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ കമ്മിറ്റഡ് ആവണമെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കണം, എങ്കിൽ അപ്പുറത്തും ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ഓക്കെ, അവർ മിറർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അത് ചെയ്യണം. ഓക്കെ, നോർമലായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഫ്രണ്ട്സോൺ എന്ന് പറഞ്ഞ് നമ്മുടെ സൈക്കോളജി കടവൾ എന്ന് പറഞ്ഞൊരു ചാനൽ വീഡിയോ ചെയ്തതാണ്. ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ലപോലെ മിണ്ടിക്കൊണ്ടിരിക്കുക, കുഴപ്പമില്ലാതെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈറ്റായിട്ട് ഫണ്ണായിട്ട് ഫ്ലേർട്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരുപോലെ ഇരിക്കുന്ന ഒരു ലെവലിൽ നിന്ന് ഒരു സ്റ്റെപ്പ്, ഒരു കൊച്ചു സ്റ്റെപ്പായിരിക്കും, ഒരു 0.5 ഒരു 0.5 സ്റ്റെപ്പായിരിക്കും നിങ്ങൾ എടുത്ത് വയ്ക്കുന്നത്, കുഴപ്പമില്ല.
ഗേൾസിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡിഫറൻസ് പോലും അവർക്കൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉള്ളിലുണ്ടാക്കും. ഓക്കെ, അത് ചിലപ്പോൾ സൈക്കോളജിക്കലി തെറ്റായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻട്രസ്റ്റ് കുറയ്ക്കുകയും ചെയ്യും, അല്ലാത്തത് കൂട്ടുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഒരേപോലെ ചിലപ്പം തുടക്കത്തിൽ പരിചയമുള്ള പോലെ മിണ്ടിക്കൊണ്ടിരുന്നിട്ട് ഇതുപോലെ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഫണ്ണായിട്ട് എങ്ങനെ ഫ്ലേർട്ട് ചെയ്യണമെന്ന്, തമാശയ്ക്ക് എങ്ങനെ ഫ്ലേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവളിപ്പോൾ പറയണം, എടാ ഇന്നത്തെ ലുക്ക് ഇനി സൂപ്പറായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പറയണം, ആടി കുറേ പണിപ്പെട്ടൊക്കെ ഒരുങ്ങി വന്നേ ആടി, നിന്നെ എങ്ങനെയല്ലേ ഇമ്പ്രസ് ചെയ്യണ്ടേ എന്ന് പറയണം. മനസ്സിലായി? ചിലപ്പോൾ ആ കോമഡി ആയിട്ട് ഓക്കെ ചിരിച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് അവർ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു 30% കൂടുതൽ നല്ലപോലെ മിണ്ടിക്കൊണ്ടിരിക്കുമെന്ന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ തമാശയ്ക്ക് എടുക്കത്തുള്ളൂ, പൊടാ പട്ടി അങ്ങനെയൊക്കെ വിളിച്ച് കാര്യമായിട്ട് എടുക്കത്തില്ല. ഓക്കെ, അതെല്ലാം അവർ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഐ കോണ്ടാക്റ്റ് വെച്ച് പോലും ഒന്ന് ചിരിച്ചൊന്നും കാണിക്കുന്നില്ല, തമാശയ്ക്ക് തിരിച്ച് കളിയാക്കുന്നതല്ല. അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു 40% ഇൻട്രസ്റ്റ് ഒക്കെ ആവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ തക്കാലത്തേക്ക് ഫ്ലോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് സംസാരിക്കുക. ഓക്കെ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ചെയ്ത് നോക്കുക. പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറ. മനസ്സിലായി? ഇങ്ങനെയാണ് അടുത്തടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ കാര്യം പറഞ്ഞത്, സൈക്കോളജിക്കലി കറക്റ്റായിട്ട് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്ന ഇത്രയും കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം ഒരേപോലെ പോയിക്കൊണ്ടിരുന്നാൽ ബോറടിക്കാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ എക്സ് ബാക്ക് കേസിലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ എക്സ് ഇങ്ങോട്ടൊന്നും മിണ്ടി കാണും, മിണ്ടിയ എന്ത് ചെയ്യണം? ഓക്കെ, ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1 മന്ത് അത്രയ്ക്ക് കാണത്തുള്ളൂ. 1 മന്തിനുള്ളിൽ നമ്മൾ ചെറിയൊരു സ്റ്റെപ്പായാലും മേലോട്ട് എടുത്ത് വയ്ക്കുന്നില്ല, അത് അതുപോലെ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഓക്കെ, അവർ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അവർ ജസ്റ്റ് മിണ്ടാൻ വേണ്ടി പേരിന് നിന്ന് തരത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ എല്ലാ കാര്യം കറക്റ്റായിട്ട് ചെയ്ത് വീണ്ടും റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതായിരിക്കും. ഓക്കെ, അതല്ല നമ്മൾ ചിലപ്പം നമ്മൾ ഒരുപാട് ഹൈ വാല്യൂ ആയിട്ട് കാണുന്നെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർ തന്നെ ചിലപ്പം സോറി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും റിലേഷന് വേണ്ടി സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമായിരിക്കും. അതിൻ്റെ പ്രോബിലിറ്റി വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ എക്സ് തിരിച്ച് വരുന്നത് ജസ്റ്റ് കൺഫ്യൂഷനിലായിരിക്കും. നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ല, നമ്മളോട് ദേഷ്യമാണോ അല്ല എന്ന് പറഞ്ഞ് മിണ്ടാനുള്ളൊരു താല്പര്യമായിട്ടായിരിക്കും വരുന്നത്. അല്ല നമ്മളോട് ഇപ്പോഴും ഇഷ്ടമുള്ളതുകൊണ്ടല്ല തിരിച്ച് വരുന്നത്, മിണ്ടാനുള്ള നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അവിടെ കാണുന്നത്. ഒരു 40% എബോ വെച്ചോ. ഓക്കെ, റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് 40% കണക്ക് അതിൻ്റെ എബോ വെച്ചോ. ഓക്കെ, അവിടുന്ന് നമ്മൾ വേണം 40-50 ആക്കണം, 60 ആക്കണം, അങ്ങനെ 100 എത്തിച്ചിട്ട് അവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യണം. ഇതാ കോൺസെപ്റ്റ്. അപ്പോഴേ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ആ 40% മിണ്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഡെയിലി അവരിങ്ങോട്ട് ഹായ് ഇടുന്നു, അവരായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. മോസ്റ്റ്ലി അവർ തന്നെ ആയിരിക്കും ഇങ്ങോട്ട് ഡെയിലി ഹായ് ഒക്കെ ഇടും, സ്റ്റോറിയൊക്കെ കാണും, ലൈക്കൊക്കെ ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഒരു മാസം ഇങ്ങനെ തന്നെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കും. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു കാര്യം ഒരേപോലെ പോയിക്കൊണ്ടിരുന്നാൽ ബോർ അടിക്കാൻ തുടങ്ങും. അടുത്ത ലെവലിൽ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നില്ല, നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് ജസ്റ്റ്, അതായത് സൈക്കോളജിക്കലി കറക്റ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. സൈക്കോളജിക്കലി കറക്റ്റായിട്ട് അവിടെ ചെയ്യേണ്ടത് ആ ഒരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ഇവനിപ്പോഴും എന്നെ ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലോ എന്നൊരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആണുങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യൂരിയോസിറ്റി അങ്ങ് നഷ്ടപ്പെടുത്തും. അതായത് ഒരുപാട് ചിലപ്പോൾ ഇനിഷ്യേറ്റീവ് ഒരുപാട് എഫേർട്ട് എടുക്കും, അല്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് ഇഷ്ടമുണ്ട്, ആ പഴയ പോലെ ഒരു അവസരം കൊടുത്താൽ അത് ഇതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൾക്ക് ഉത്തരം കിട്ടി, ഇപ്പോഴും ഇവൻ എന്നോടുണ്ട് എന്നുള്ളൊരു ഉത്തരം കിട്ടി. അപ്പോൾ എന്ത് പറ്റി? ആ ക്യൂരിയോസിറ്റി പോയി, പിന്നെ നിങ്ങളോട് മിണ്ടത്തില്ല. ചില ആണുങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഹായ് ഇടും, മിണ്ടുമായിരിക്കും. അപ്പോൾ എന്ത് വെറുതെ മിണ്ടിക്കൊണ്ടേയിരിക്കും, ഇൻട്രസ്റ്റേ കാണിക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇഷ്ടമില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അതായത് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ല എന്നൊരു കൺഫ്യൂഷനെ അത് ഡെവലപ്പ് ആവണം. അങ്ങനെ ഡെവലപ്പ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ചെറിയ ഇൻട്രസ്റ്റ് കാണിക്കണം, സംസാരിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു ഇൻട്രസ്റ്റ് കാണിക്കണം. അത് കൂടുതൽ കാണിക്കുകയും ചെയ്യൽ അവർ ഇങ്ങോട്ട് ഇമ്പ്രൂവ് ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് മാറ്റമുണ്ട്, ഓക്കെ, അവർ നമ്മളോട് മിണ്ടി തുടങ്ങുന്നത് മാറ്റമുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം എന്താണ് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അതല്ല നമ്മൾ ചുമ്മാ മനസ്സിലായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു കാര്യം ഒരേപോലെ പോയിക്കൊണ്ടിരുന്ന ഒന്നാമത്തെ കാര്യം ബോറടിക്കും, രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരുപാട് എന്താണ് ചേസ് ചെയ്യുന്ന പോലെ പെരുമാറും. ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ എനിക്ക് ഒരവസരം കൊടുത്താൽ എന്നൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൈക്കോളജിയിൽ മൊത്തം തെറ്റായിട്ട് ബിഹേവ് ചെയ്യും. മനസ്സിലായി? എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് പോവും. ഞാൻ പറഞ്ഞു വന്നത് മൊമെൻറ്റത്തിൻ്റെ കേസ് മാത്രം എടുക്കുകയാണെങ്കിൽ, മൊമെൻറ്റത്തിൻ്റെ കേസ് ചേസ് ചെയ്യുന്നത് അല്ലാത്തത് അതൊക്കെ വിടും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലാരിഫൈക്ക് വേണ്ടി പറഞ്ഞാണ്. ഇതിൽ മൊമെൻറ്റത്തിൻ്റെ കേസ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ് ഇങ്ങോട്ട് ഒന്ന് മിണ്ടും, ആ പയ്യൻ അങ്ങോട്ട് മിണ്ടുമെന്ന് വെച്ചോ. രണ്ടുപേരും മിണ്ടിയിട്ട് അങ്ങനെ മിണ്ടി, അതായത് ഫ്രണ്ടിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിക്കൊണ്ടിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചാനലിലും പറഞ്ഞാണ്, റീൽസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫ്രണ്ട് വൈബാണോ നിങ്ങൾക്ക് വേണ്ടത് റിലേഷൻഷിപ്പാണ്. ഓക്കെ, റിലേഷൻ്റെ താഴെയാണ് ഫ്രണ്ട് വൈബ്. ഓക്കെ, അതായത് റിലേഷൻഷിപ്പിനേക്കാളും വില കുറച്ച് ഫ്രണ്ടിനെ കാണണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത് റിലേഷൻഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് വേണ്ടാത്തൊരു സാധനമാണ്. അപ്പോൾ ഈ വേണ്ടാത്ത സാധനം എപ്പോഴും താഴെയാണുള്ളത്. നമുക്ക് വേണ്ടുന്ന സാധനമാണ് മേളിൽ നിൽക്കുന്നത്, നമ്മളെ അപേക്ഷിച്ച് മേളിൽ നിൽക്കുന്നത്. അപ്പം ആ വേണ്ടാത്ത സാധനത്തിൽ നിങ്ങൾ അവൈലബിൾ ആവും. അതായത് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് വേണ്ടാത്ത സാധനം എന്താണ്? ആ ഫ്രണ്ട്ഷിപ്പ് തന്നെ നിങ്ങൾ മിണ്ടിക്കൊണ്ടിരുന്ന് 1 മാസം 2 മാസം മിണ്ടി എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരേ കാര്യം ഒരേപോലെ പോയിക്കൊണ്ടിരുന്നാൽ ബോറടിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും എന്ന് വിചാരിച്ച് അവർ നിൽക്കും.
അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ ഡെവലപ്പ് ആവുന്നത്. എക്സ് ബാക്കിലെ കേസിലൊക്കെ അവർ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുമായിരിക്കും. അപ്പോൾ കോൺഷ്യസ് ആയിട്ടായാലും സബ് കോൺഷ്യസ് ആയിട്ടായാലും ഈ ഒരു കാര്യത്തിൽ ഡെവലപ്പ് ആവുന്നില്ലെന്ന് തോന്നുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ രണ്ട് കേസായാലും സബ് കോൺഷ്യസ് ആയാലും കോൺഷ്യസ് ആയാലും ഇൻട്രസ്റ്റ് ഡൗൺ ആയി താഴോട്ട് വരും. ഒരു പർട്ടിക്കുലർ ഇത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു മൊമെൻറ്റം പോകും, പിന്നെ അത് തിരിച്ചു വരത്തില്ല. ഇനി വേറൊരു കേസ് പറയാം. ഞാനാണെങ്കിൽ ഹോസ്പിറ്റൽ എൻ്റെ ഒരു 18 വയസ്സ് മുതൽ 19 19-20 ആ ഒരു ടൈം ഏറ്റവും കൂടുതൽ ഞാൻ ഹോസ്പിറ്റലുകളിൽ എൻ്റെ സമയം മൊത്തം ചിലവഴിച്ചത്. എൻ്റെ റിസർച്ചും അതും എല്ലാം അവിടെയാണ് നടന്നിട്ടുള്ളത്. ഒരുപാട് ഞാൻ എന്ത് ഫീമെയിൽ സൈക്കോളജി പഠിച്ചാലും അത് സത്യമാണോ കള്ളമാണോ എനിക്കത് പ്രൂവ് ചെയ്യണം, എന്നാലേ ഞാൻ വിശ്വസിക്കും. അല്ലാതെ ഒരാൾക്ക് പോലും ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല. ഞാനിപ്പോൾ ചാനലിൽ പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത്, അതിനേക്കാൾ ഒരുപാട് അറിയാമെങ്കിൽ പോലും പ്രൂവ് ചെയ്യാൻ അറിയത്തുണ്ട്. എനിക്ക് എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം അത് പ്രൂവ് ചെയ്ത് പറയുമ്പോഴേ അതൊരു ഇതായിട്ടുള്ളൂ. അപ്പം എനിക്ക് ചിലതൊക്കെ എനിക്ക് പ്രൂവ് ചെയ്യാനേ പറ്റത്തില്ല. ഒരുപാട് റിസർച്ചൊക്കെ ചെയ്ത് നോക്കും, ഗേൾസിനോട് മിണ്ടി ഇതൊക്കെ സത്യമാണോ കള്ളമാണോ ഒക്കെ അവരുടെ പെരുമാറ്റത്തിൽ കൂടെ പഠിക്കാനൊക്കെ നോക്കും. അപ്പം ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഗേൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അവരോടൊക്കെ ചെന്ന് മിണ്ടും. എന്നിട്ട് ഒരുപാട് നോക്കും മൈനർ ഗേൾസും അല്ലാത്തവരും തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ, അവർ ചിന്തിക്കുന്ന രീതി എന്തോ ജസ്റ്റ് അറിയാൻ വേണ്ടി. ഓക്കെ, 30 ഏജ് കഴിഞ്ഞാൽ എങ്ങനെ, 30 ഏജ് കഴിയുമ്പോൾ സൈക്കോളജി എന്തൊക്കെ വ്യത്യാസം വരും, ഓക്കെ, ഇതുപോലെ അവരുടെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ മാറ്റം വരും. ഓക്കെ, പെണ്ണുങ്ങൾ എന്തിനാണ് 18 ടൈപ്പായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്, ഇതുകൊണ്ട് എന്ത് ഉപയോഗമുള്ള, അവരെ വളയ്ക്കാൻ വേണ്ടി ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഇതുപോലെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ. അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അതൊരു ചേട്ടനാണ്. ഓക്കെ, ഒരു 26 വയസ്സാണ്. ആ ബ്രോയെ വേറെ പെണ്ണിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പുള്ളിക്കാരി നോക്കാൻ തുടങ്ങിയിട്ട് 1-2-3 ദിവസമായി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കണം, എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞ് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും, ഞാൻ ഡയറക്റ്റായിട്ട് മിണ്ടാൻ ചെറിയൊരു ഇതുണ്ട്. ഞാൻ പറഞ്ഞ് ഡയറക്റ്റായിട്ട് മിണ്ടണമെന്നില്ല, ഒരു കാര്യം ഒരേപോലെ പോയിക്കൊണ്ടിരുന്നാൽ ബോറടിക്കും, നിങ്ങൾ നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ബോറടിക്കും, ചെറിയൊരു കാര്യം മതി, ചെറിയ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് വയ്ക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അയാൾ പറഞ്ഞ് എങ്ങനെ എടുത്ത് വയ്ക്കും. ഞാൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി നോക്കുമ്പോൾ ഇങ്ങനെ മുഖത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് എടി നിൻ്റെ മുഖത്ത് എന്തോ ഒരു പാടുണ്ട്, അങ്ങനെ ഒരു ആംഗ്യം കാണിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ അവൾ നോക്കിയപ്പോൾ മുഖത്തിങ്ങനെ ചൂണ്ടിക്കാണിച്ച്. അപ്പോൾ അവൾ ചോദിച്ചു എന്താണെന്ന് ഇങ്ങനെ ആംഗ്യം കാണിച്ച്. കുറച്ച് ദൂരെ അവളുള്ളത്, കുറച്ച് അകലത്തിലുള്ള ഒരു ബെഡിലുള്ള ഒരു പോസ്റ്റിൻ്റെ അകലത്ത്, 2 പോസ്റ്റുകൾ തമ്മിൽ അകലമുണ്ടല്ലോ, ഏകദേശം അതിൻ്റെ ഒരു പകുതി അകലം കാണും. ഓക്കെ, അവൾ ചോദിച്ചു എന്താണെന്ന് ഇങ്ങനെ ആംഗ്യം കാണിച്ച്. അപ്പോൾ അയാൾ പറഞ്ഞ് നിൻ്റെ മുഖത്തെന്തോ പറ്റിയിരിക്കുന്നത്. അവൾ എന്ത് ചെയ്ത് മുഖം ഇങ്ങനെ തുടച്ച്, എന്നിട്ട് ഫോണെടുത്ത് ഇങ്ങനെ ക്യാമറ നോക്കി, എന്നിട്ട് ഒന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരേപോലെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഗ്രാഫിൽ ചെറിയൊരു ഡിഫറൻസ്. ഓക്കെ, അതായത് അവർ തമ്മിൽ ഇൻവോൾവ് ആയിട്ട് ചെറിയൊരു കാര്യം എടുത്ത് വെച്ച് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് സ്മൈൽ ചെയ്ത് കാണിക്കുക. കുറച്ച് കഴിഞ്ഞ് സ്മൈൽ ചെയ്ത് കാണിച്ച് എന്നിട്ട് പോയി മിണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി, ആർക്കാ വയ്യാത്ത, എത്ര ദിവസമായി വന്നിട്ട്, അങ്ങനെ പറഞ്ഞ് മിണ്ടി. ഓക്കെ, മിണ്ടി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് സൈക്കോളജിക്കൽ കറക്റ്റായിട്ട് ഒരു കാര്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡെവലപ്പായി, ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ ഡെവലപ്പായി. ആദ്യം നോക്കാനുള്ളൊരു ഇൻട്രസ്റ്റ്, മിണ്ടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒരു 30% വെച്ചു. ഇപ്പോൾ ചെന്ന് മിണ്ടി അപ്പോൾ ഒരു 40% ആയി. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ജസ്റ്റ് മിണ്ടി തുടങ്ങി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി മിണ്ടാനുള്ള അവസരമൊക്കെ എപ്പോഴും ചെന്ന് മിണ്ടണമെന്നില്ല, എങ്കിൽ പോലും കൈ കഴുകാനൊക്കെ പോകുന്നു, അല്ലാതെപ്പോഴായാലും അച്ഛൻ എങ്ങനെയുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജസ്റ്റ് മിണ്ട, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്ന പോലെ പേരൊക്കെ ചോദിക്കും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വേണം ബിഹേവ് ചെയ്ത് ആ ഒരു എന്ന് വെച്ച് നിങ്ങൾ ഉടനെ ചെയ്യണമെന്നല്ല, 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ ആ ഒരു മൊമെൻറ്റം പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, ഒരു 1 വീക്ക്. ഓക്കെ, 1 വീക്ക് അത്രയൊക്കെ കാണത്തുള്ളൂ, അതിൽ കൂടുതൽ നിൽക്കത്തില്ല. ഓക്കെ, 1 വീക്ക് നിങ്ങൾ മാക്സിമം 1 വീക്ക് വെച്ചാൽ അത് 1 വീക്കിനുള്ളിൽ തന്നെ സ്റ്റെപ്പുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കണം എന്നൊരാലോചന. 1 വീക്ക് 2 വീക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു ആലോചന, ഒരാഴ്ച 2 ആഴ്ച ഇതിനുള്ളിൽ തന്നെ എന്തെങ്കിലും ചെറിയ സ്റ്റെപ്പുകൾ പുതുതായിട്ട് എടുത്ത് വെക്കണം. ചെറിയ സ്റ്റെപ്പുകൾ മതി, ഇത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ചിലപ്പോൾ ഫണ്ണായിട്ട് സംസാരിക്കുന്നതോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതോ ഫ്ലേർട്ട് ചെയ്യുന്നതോ ഇതുപോലെ ചെറിയൊരു കാര്യങ്ങൾ മതി.